Hi dear friends, welcome back to Easy Commerce Concepts by Aziza Fabinsha. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഡൽ എക്സാം ഒക്കെ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞ് ഫെബ്രുവരി 15 മുതൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു ദിവസം 2 എക്സാം ഒക്കെ വരുന്ന രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ വരാൻ പോകുന്ന +1 ബിസിനസ് സ്റ്റഡീസ് മോഡൽ എക്സാമിന് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട 4 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചോദ്യങ്ങൾ പഠിക്കുക. തീർച്ചയായും ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നാമതായി നിങ്ങൾ 4 മാർക്കിന് പഠിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കുക. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെംനിറ്റി, പ്രോക്സിമേറ്റ് കോസ്റ്റ്, സബ്രോഗേഷൻ, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ 4 പ്രിൻസിപ്പിൾസ് എഴുതിയാൽ മതി. ഓക്കെ, റെഡി അല്ലേ? അത് നന്നായിട്ട് തന്നെ പഠിക്കുക. 4 മാർക്കിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് എ കമ്പനിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബോക്സൊക്കെ വരച്ച് ബേസിസ് ഓഫ് ഡിഫറൻസും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിളും നമ്മളെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് ബേസിസിൻ്റെ ബേസിൽ എഴുതുക. അതായത് ഒബ്ജക്റ്റീവ്സ്, മെമ്മോറാണ്ടത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആർട്ടിക്കിളിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മെമ്മോറാണ്ടത്തിൻ്റെ പൊസിഷൻ എന്താണ്, ആർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്താണ്, മെമ്മോറാണ്ടവും അതേപോലെ കമ്പനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ആർട്ടിക്കിളും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ വാലിഡിറ്റി, നെസസിറ്റി, ഇതിൻ്റെയൊക്കെ ബേസിസ് എഴുതിയിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഷെയർ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. അതായത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുന്ന വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും നമ്മൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫൈനാൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഷെയർ എന്നും പിന്നെ ഈ 2 ഷെയറുകൾ തമ്മിലുള്ള ഡിഫറൻസും ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. പല തവണകളായി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസും. അതൊരു ഡിഫറൻസ് തന്നെയാണ്. ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മുടെ അവസാനത്തെ ഭാഗമാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്താണ് ഈ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ നീറ്റായിട്ട് തന്നെ പല ബേസിസിൽ കൊടുത്തിട്ടുണ്ട്. നാഷണാലിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമർ ഹെട്രോജിനിറ്റി, ബിസിനസ് സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ്, പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക്, ബിസിനസ് റെഗുലേഷൻ ആൻഡ് പോളിസീസ്, കറൻസീസ്, ഇതിൻ്റെയൊക്കെ ബേസിൽ എങ്ങനെയാണ് ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും നമ്മളെ ഡിഫറൻസ് എന്ന് പഠിച്ചു വെച്ചോളൂ. തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന് 4 മാർക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരും. പിന്നെ അവിടെ സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും. പിന്നെ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് ആണ്. പ്രോഫിറ്റ് ഏർണിംഗ് ആണ് മെയിൻ ഒബ്ജക്റ്റീവ്. അൺനെസസിറ്റി അതായത് അൺസെർട്ടിനിറ്റി ഓഫ് റിട്ടേൺ ആണ്. റിട്ടേൺ ഒന്നും സെർട്ടൈൻ അല്ല. എലമെൻറ്റ് ഓഫ് റിസ്ക് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും 4 ഫീച്ചർ പഠിക്കാം. അപ്പോൾ 4 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ്, മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ 4 മാർക്കിൻ്റെ മാത്രമാണോ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് വേണ്ടി 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 1 വേർഡിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ നോക്കിയാൽ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു ചാനലാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പരീക്ഷ നന്നായി എഴുതുക. നമ്മൾ ആൻസർ കീസ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ 5 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.